നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ ഇവിടെ വന്നിരിക്കുന്ന നല്ല അടിപൊളി സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ വാട്സപ്പിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റിക്കറുകൾ അയക്കുന്നത്. കുറച്ച് കാലം മുമ്പ് സ്റ്റിക്കറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വാട്സപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് വരെ വന്നിട്ടുണ്ട്. അതായത് GF പോലെ സ്റ്റിക്കർ അയക്കാൻ പറ്റും. അത്രയും അധികം സ്റ്റിക്കർ നമ്മുടെ എല്ലാവരും ഒരു ഫേവറേറ്റ്, അതായത് നമ്മുടെ കീബോർഡിൽ വാട്സപ്പ് കീബോർഡിന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒരുപാട് സ്റ്റിക്കറുകൾ കാണും. നമ്മൾ എന്തെങ്കിലും ഒരു അങ്ങനെ ആരെങ്കിലും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് ചാറ്റ് ചെയ്ത് മാറ്റി പിന്നെ സ്റ്റിക്കർ ഇടാൻ തുടങ്ങും. സ്റ്റിക്കർ ഇട്ടിട്ട് പിന്നെ സ്റ്റിക്കർ തന്നെയായിരിക്കും. അതുപോലെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് സ്റ്റിക്കർ വാട്സപ്പ് ചാറ്റിങ്ങിലായാലും ഏത് ഗ്രൂപ്പുകളിലായാലും നമുക്ക് എല്ലാവർക്കും കാണും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ വാട്സപ്പ് സ്റ്റിക്കേഴ്സിന്റെ ഒരു വലിയൊരു ഗ്രൂപ്പ്, നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റിക്കേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഫോട്ടോ വെച്ചോ, അതോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ വെച്ചോ, അതോ ചുമ്മാ ടെക്സ്റ്റ് മാത്രമോ എന്തെങ്കിലും ഇമോജി മാത്രമോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് സ്റ്റിക്കർ വേണമെങ്കിലും നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പ് ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ആ ആപ്ലിക്കേഷനെ കുറിച്ച് കൃത്യമായ എല്ലാ വിവരങ്ങളുമാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് നമുക്ക് അവിടെ ഒരു ഹോം പേജിന്റെ ലോഗോ കാണും. അവിടെ നമുക്ക് സ്റ്റാറ്റസ് കാണും, പിന്നെ കുറെ സ്റ്റിക്കേഴ്സ് കാണാൻ സാധിക്കും. തൊട്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ ഫോർ യു സ്റ്റിക്കേഴ്സ് സ്റ്റാറ്റസ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതായത് വേറെയുള്ള ആൾക്കാർ പബ്ലിക് ആക്കി അപ്ലോഡ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും താഴെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ പായ്ക്കാൾക്കാർ കാണാൻ സാധിക്കും. നമുക്കൊരു സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, ഒരു ബ്ലൂ കളറിലുള്ള പ്ലസ് ബട്ടൺ. ആ പ്ലസ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ നമ്മുടെ ഫോണിലുള്ള സർവ്വ ഫോട്ടോസും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ ടെക്സ്റ്റ്, അതുപോലെ തന്നെ ജിഫ്, ഈ രണ്ട് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറയും. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാം, അതിന്റെ ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യാം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിയുമ്പോൾ പിന്നെയും നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഇമോജി കൊടുക്കണമെങ്കിൽ ഇമോജി ആഡ് ചെയ്യാം. അതെല്ലാം ചെയ്തതിനു ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ ടാഗ്സ് ചോദിക്കും. അതായത് പബ്ലിക് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ടാഗ്സ് ചോദിക്കും. ടാഗ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നേരെ വീണ്ടും സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നമ്മുടെ ഏത് പായ്ക്കിലേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ഈ പായ്ക്ക് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയിടണം. പായ്ക്ക് പബ്ലിക് ആക്കണോ പ്രൈവറ്റ് ആക്കണോ എന്ന് അവർ ചോദിക്കും. നമ്മൾ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ സെർച്ച് കൊടുക്കുക, അപ്പോൾ പബ്ലിക് ആയിരിക്കും. അല്ലെങ്കിൽ ഓഫ് ആക്കി കഴിഞ്ഞാൽ പബ്ലിക് ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു പായ്ക്കിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ അത് സേവിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ സേവ് ആവുന്നതായിരിക്കും. നമുക്ക് ആ ഒരു സ്റ്റിക്കർ വീണ്ടും നമുക്ക് ആ സ്റ്റിക്കർ കാണാൻ സാധിക്കും. ആ സ്റ്റിക്കർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ 3 ഓപ്ഷൻസ് വരും. അതായത് ആഡ്, ഷെയർ, സേവ്. ആഡ് വാട്സപ്പ് സ്റ്റിക്കേഴ്സിലേക്ക് സേവ് ചെയ്യാൻ, ഷെയർ ആ സ്റ്റിക്കർ സേവ് ചെയ്യാൻ, സേവ് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ആഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ വാട്സപ്പിൽ നിന്നൊരു മെസ്സേജ് വരും, ഈ സ്റ്റിക്കർ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് കീബോർഡിലേക്ക് ഈ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗം നോക്കാം. അതായത് ജിഫ്. നമ്മൾ ആദ്യം കണ്ട ജിഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ജിഫ് അവിടെ നേരത്തെ തന്നെ ഉണ്ടാവും, കുറെ ജിഫ്. അതിൽ ഏതെങ്കിലും ഒരു ജിഫ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും മൂവ് ടു എ സെലക്ട് സീൻ. അതായത് അതിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് സെലക്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ കട്ട് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അത് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് വേണം ടെക്സ്റ്റ് കൊടുക്കാം, ഇമോജി കൊടുക്കാം, എന്ത് വേണം ചെയ്യാം. പഴയ പോലെ തന്നെ നെക്സ്റ്റ് കൊടുത്ത് സേവ് കൊടുത്ത് ടാഗ് കൊടുത്ത് പാക്കിലേക്ക് സേവ് ചെയ്ത് വെക്കാം. അങ്ങനെയാണ് ജിഫ് എടുക്കുന്നത്. അതായത് അതിലുള്ള ഏതെങ്കിലും ഒരു ജിഫിൽ നിന്ന് നമുക്കൊരു ഫോട്ടോ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു ടെക്സ്റ്റ് സ്റ്റിക്കറും അതുപോലെ തന്നെ എന്തെങ്കിലും ജിഫിനടക്കുന്ന അവർ തരുന്ന ഫോട്ടോസ് വെച്ച് നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഫോട്ടോ, നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് ബട്ടൺ ഞെക്കിയല്ലോ, പ്ലസ് ബട്ടൺ ഞെക്കിയതിന്റെ കൂടെ ടെക്സ്റ്റ് ജിഫ് കണ്ടു. അതിന്റെ താഴേക്ക് നോക്കി നമ്മൾ ഒരുപാട് ഫോട്ടോസ് കണ്ടു, നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ്. അതിൽ നമുക്ക് ഏത് ഫോട്ടോ ആണോ ഈ ഒരു സ്റ്റിക്കറിൽ ആവശ്യമുള്ളത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോ മാനുവൽ ക്രോപ്പ് എന്ന് ചോദിക്കും. അതായത് മാനുവൽ എന്ന് പറയുമ്പോൾ മാനുവലായിട്ട് നമ്മൾ അത് ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഏതെങ്കിലും പ്രത്യേക സൈസിൽ മാത്രമേ ക്രോപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓട്ടോ കൊടുത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ മാറി നമ്മുടെ ഒരു ഫേസ് ഫൈൻഡ് ചെയ്ത് നമ്മളെ മാത്രം കൃത്യമായിട്ട് അവിടെ ക്രോപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കാം, ഇമോജി കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെയും പലപോലെ തന്നെ സേവ് കൊടുക്കുക, പാക്ക് സെലക്ട് ചെയ്യാൻ ടാഗ് കൊടുക്കുക, നമ്മുടെ സേവ് ചെയ്യുക. എന്നിട്ട് ആഡ് ടു വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിന്റെ ആ ഒരു സ്റ്റിക്കറിലേക്ക് ഈ സംഭവം സേവ് ആവുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു സംഭവം ഇനി ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഞാനിപ്പോൾ കുറെ സ്റ്റിക്കറുകൾ വാട്സപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ പോയി വാട്സപ്പിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് അവിടെ എല്ലാ സ്റ്റിക്കറുകളും ആ ഒരു സ്റ്റിക്കേഴ്സ് ലിസ്റ്റ്, നമ്മുടെ കീബോർഡിന്റെ സ്റ്റിക്കേഴ്സ് ലിസ്റ്റിൽ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു പാക്കിന്റെ പേരും അതുപോലെ ഈ ആപ്ലിക്കേഷന്റെ ഫോട്ടോയും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്റ്റിക്കർ വളരെ പെട്ടെന്ന് അവിടുന്ന് കിട്ടുകയും ചെയ്യും, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്റ്റിക്കർ നമ്മുടെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനായിട്ട്. നിങ്ങൾക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാനും ടെക്സ്റ്റ് സ്റ്റിക്കർ ഉണ്ടാക്കാനും ജിഫിൽ നിന്ന് സ്റ്റിക്കർ ഉണ്ടാക്കാനും എല്ലാം വളരെ എളുപ്പമാണ് ഈ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക്
സ്റ്റിക്കറുകൾ പുറത്ത് അതിനകത്ത് തന്നെ ഡൗൺലോഡ് ചെയ്യാനും വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് sticker.ly എന്നാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സംശയമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. വളരെ എളുപ്പമാണ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി ഇടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.